എന്നോട് ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാ. മീര, ആ പേരിനെ ഉച്ചരിക്കരുത്. എന്റെ പൊന്നുമോളെ, നീ എന്നോട് ക്ഷമിക്ക്. വേണേ ഒന്നുകൂടെ അടിച്ചു. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഞാനാ, അതെനിക്കറിയാം. കുഞ്ഞാ, മീര, മീര, വിളിന് കുഞ്ഞന്റെ കൂടെ പോവാണോ? കുഞ്ഞാ, 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 കുഞ്ഞാ. ഞാനിതാ എത്തി. നാണം കെട്ടില്ലേ? വന്നവരുടെ മുമ്പിൽ വയറ് നിറച്ച് നാണം കെട്ടില്ലേ? ആര് കാരണം? ആര് കാരണം? ഭർത്താവിന്റെ അതിബുദ്ധി. ഇനിയൊന്നുറക്കെ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇനിയുള്ള ജീവിതം നായ നക്കും. ചേച്ചി, അമ്മായിയപ്പന്റെ അമ്മായിയമ്മയുടെ തീട്ടവും മൂത്രവും കോരി അവരെ സുഖിപ്പിച്ച് നിർത്തലാണ് ഭാര്യമാരുടെ ജോലി എന്ന് വിചാരിക്കുന്ന കുറവുള്ള ഭർത്താക്കന്മാരുണ്ട്. അവരെ ആദ്യം അടിച്ച് പുറത്താക്കണം. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും നോക്കണം, അല്ലാണ്ട് അമ്മായിയപ്പനെ നോക്കേണ്ടത്. ശരിയാ. ഏതെങ്കിലും ഒരു പുരുഷന്റെ താളത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് തുള്ളാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. മാഡത്തിനെ വലിഞ്ഞു മുറിക്കുന്ന ചങ്ങല വലിച്ചു പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേ. പുരുഷന് തോന്നിയ മാതിരി തോന്നിയ പോലെ ഏത് സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാം, കൂടെ കൂട്ടാം. ഭാര്യ അതറിഞ്ഞു കഴിഞ്ഞാൽ കൈയബദ്ധം, കാലബദ്ധം, ദുർബല നിമിഷം എന്നൊക്കെ പറയാം. എന്നാൽ ഭാര്യക്ക് അതൊന്നും പാടില്ല. അവള് പരിശുദ്ധമായിട്ട് അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അവക്ക് വഴിയൊന്ന് തെറ്റിയാലോ? പേര് വേശ്യ. ആണുങ്ങളെ വേശ്യ എന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടോ മാഡം? ഉണ്ടോ? ഹോറിബിൾ. കുഞ്ഞന്റെ ആളാ. ബാക്കി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട. ഞാനുണ്ടല്ലോ. അല്പം ശുദ്ധമായി ശ്വസിക്കണ്ടേ? ഏർപ്പാടാക്കാം. എല്ലാം ഈ അപ്പാവിച്ചേട്ടൻ നോക്കിക്കോളാം. എന്തായി? പുറത്ത് വെള്ളമില്ലാത്തതിന്റെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുഞ്ഞനവിടെ? അവൻ വരും. പക്ഷെ അവൻ വരുന്നവരെ കാത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എന്താ സ്മെല്ലടിച്ചു തുടങ്ങി, നിങ്ങക്ക് തോന്നുന്നില്ലേ? തോന്നുന്നു. നല്ല സ്മെല്ലുണ്ട്. അലക്കാറില്ലേ? വാരി അലക്കുക വേണ്ടത്. ഞാൻ അതല്ല പറഞ്ഞത്, ബോഡിയിൽ സ്മെല്ലടിച്ചു തുടങ്ങിയെന്നു. ശരിയാ, ചെറിയ മണമുണ്ട്. ചെറിയ മണോ? നിന്റെ മൂക്കിനെന്തോ കാര്യമായി തകരാറുണ്ട്. ചെറിയ മണമൊന്നുമല്ല, നല്ല ചീഞ്ഞ മണമുണ്ട്. അതെ, മരണം ഇപ്പൊ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കുറച്ചു കഴിഞ്ഞ എല്ലാവരും അറിയൂ. പോലീസും പട്ടാളവും വരും. സംഭവം കൈവിട്ടു പോകും. പിന്നെ കിടന്നിട്ട് ഞഞ്ഞാവിഞ്ഞാന്ന് പറഞ്ഞ് കറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ സാധനത്തിന് എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കണം. എങ്ങനെയും. മഞ്ജു വാശി കാണിക്കണ്ട. വേണം നീ ഇവിടെ താമസിച്ചോ, ഹർത്താൽ കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം. വേണ്ട വേണ്ട. ഈ ഒറ്റയ്ക്ക് താമസിക്കാന്ന് പറയുന്നത് ആ വക്കീല് പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ആവുമ്പോ ചുറ്റും ആൾക്കാരുണ്ട്. ഇപ്പൊ നിന്നെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന എന്തിനുമാര് താഴെ കിട്ടാൽ ആരും ഉണ്ടാവൂല. എന്തായാലും ഞാൻ അതങ്ങ് സഹിച്ചു. ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷെ വളർച്ച പടവലം പോലെ കീപ്പോട്ടായി പോകരുത്. ലാലി, നിങ്ങൾ ഇവിടെ അപ്പനെ പിടിച്ച് കഴിച്ചൊക്കെ ഇരുന്നോ? എന്നെ അതിന് കിട്ടത്തില്ല. നീ എന്തൊക്കെയായി പറയുന്ന ലാലി? പറയല്ല, ചെയ്യാ വേണ്ടത്. മതിയായി ഇവിടുത്തെ പൊറുതി. എനിക്ക് കൊണ്ടൊരു വീടും കുടുംബമൊക്കെ. നിങ്ങളുടെ അപ്പന്റെ വായിരിക്കണ കേട്ട് കിടക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അവള് പോയെങ്കിൽ പോട്ടടാ. അവളേക്കാൾ മണി പോലെയുള്ള 100 ഈ അപ്പം കൊണ്ടുവരും. അപ്പാ, നീ ആ കുഞ്ഞന്റെ വാക്ക് കേട്ടിട്ട് പോവാൻ തീരുമാനിച്ചു അല്ലേ? എന്നാലും നിങ്ങൾ പഠിക്കൂ. അപ്പൊ ഞാൻ അപ്പാവ് എന്താ ചെയ്യും? അപ്പഴേ നിങ്ങൾ പുഴുകി തിന്നെ. അല്ല പിന്നെ മീര, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. വഴിന്ന് മാറ. അല്ല മീര, പ്ലീസ്. ഇനി നീ പറയുന്ന കേട്ട് അനുസരണുള്ളൊരു ഭർത്താവായിട്ട് ഞാൻ ജീവിച്ചോളാം. ഇതൊന്നും ക്ഷമിച്ചതാ, പ്ലീസ്. നിങ്ങൾ നല്ലൊരു നടനാ, അതുകൊണ്ട് ഇത്രയും കാലം എന്നെ പറ്റിച്ചു. ഇനി നാട്ടുകാരുടെ അടുത്ത് വേണ്ട. മീര, പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. മാറ്. മീര, മീര,
മീര കംപ്ലീറ്റ് കൊളായി. നാണം കെടാവുന്നതിന്റെ മാക്സിമം അതിനപ്പുറം നാണം കെട്ട് കഴിഞ്ഞു. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നേ? 100 വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ നിശ്ചയം എവിടെ വെച്ച് വേണ്ട വേണ്ടാന്ന്. കേട്ടില്ലല്ലോ. ഇനി ഞാൻ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? സുകുമാരി, ദേ ഇനി ആ പേര് വിളിച്ച് എന്റെ പുറകെ വന്നു പോരുത്. ഞാൻ പോവാ. എടി സുകുമാരി, സാറേ ഇപ്പൊ ഇങ്ങോട്ട് വരാനും സാറിനോട് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഈ ജന്മത്തിന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതെന്ത് പറ്റി? കുറെ പോലീസ് ഉണ്ട്. അതെന്തിന്? നേരം പോവല്ലെന്ന് കരുതി ഹർത്താലുകാരുടെ കൂടെ അങ്ങനെ കൂടി. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും കല്ലെടുത്ത കൂട്ടത്തിന് ഒരാവേശം കൊണ്ട് ഞാൻ എടുത്തു. അവര് എറിയോന്ന് കരുതി ഞാനൊരു ഒറ്റ ഏർ വെച്ച് കൊടുത്തു. ആ ദുഷ്ടന്മാർ എറിഞ്ഞില്ല, എന്റെ ഏർ കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്തു. പക്ഷെ അതൊരു പോലീസ് വണ്ടി ആയിരുന്നു. ബെസ്റ്റ് അല്ല ഉന്ന. എന്തോന്ന് ബെസ്റ്റ്? അവരെന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്. അവരിങ്ങോട്ട് കയറ്റിവിടരുത്. പുറത്ത് പോലീസ്, അകത്ത് വെള്ളമില്ലാത്ത താമസക്കാർ. ആരുടെ കയ്യിൽ കിട്ടിയാലും സാറിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ആ ശവത്തിനാണെങ്കിൽ എന്തൊരു വെയിറ്റ്. എന്താണ് തിന്നുന്നത്? കണ്ട പിന്നെ തീർന്നിട്ടവിടെ. എക്സ്ക്യൂസ് മീ, എന്താ കുട്ടിയുടെ പേര്? ഏത് ഫ്ലാറ്റിൽ വന്നതാ? എന്തെങ്കിലും ഒന്നും മിണ്ടുന്നേ. ഇത് പണിയാവൂട്ടോ. പോയി. ദൈവമേ, കുട്ടി അയ്യോ അനക്കില്ലല്ലോ. തീർന്നു. എന്തിനാ നിങ്ങൾ ഈ കുട്ടിയെ? അയ്യോ ഞങ്ങളല്ല കുഞ്ഞാ, ഈ തങ്കരാജ. ഞാനോ? ഞാനെന്ത് ചെയ്ത്? ഇയാളല്ലേ പൊട്ടപ്പകൽ വരാന്തയിൽ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ നോക്കിയേ. എന്താ ഈ പറയുന്നത്? ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാ? ഞാനാ ടൈപ്പ് അല്ല. വേണമെങ്കിൽ എന്റെ ഭാര്യനോട് ചോദിച്ചു നോക്ക്. എന്താ സാറേ, ഇനി എന്ത് ചെയ്യും? എന്റെ പൊന്നു കുഞ്ഞാ, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ആ കൊച്ചു മേത്തേക്ക് വീണപ്പോ ഞാനൊന്ന് കയറി പിടിച്ചതാ. കണ്ടോ കണ്ടോ, കേറി പിടിച്ചോന്ന്. അയ്യോ, ആ പിടുത്തം അല്ല. എന്ത് പിടിച്ചാലും താൻ കയറി പിടിച്ചോ. ഞങ്ങൾ കണ്ടതാ. എല്ലാരും കൂടി ഒരു പെണ്ണിനെ ഉന്തിത്തള്ളി താഴോട്ട് കൊന്നിട്ട് കിടന്ന ഓലയിടുന്നോ? എല്ലാരും റെഡി ആയിക്കോ. പോലീസ് വണ്ടി ഇപ്പൊ വരും. കുഞ്ഞാ, എന്ത് കുഞ്ഞ? എന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കുഞ്ഞാ ഞങ്ങള് ഇതിന്റെ ഇടയിൽ ഒരു ഞങ്ങളും ഇല്ല നിങ്ങളും ഇല്ല. എല്ലാരും പെട്ടു. കണ്ണടക്കടി. നല്ല പുലി പോലെ പോയവൾ എലിപ്പല തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. ഇതിലെന്തോ ഉണ്ടല്ലോ. വലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ ഇവിടെ ഇരിക്കും. ഇവിടെ ആ, എന്താ ഇതിലിരുന്ന് ഇരിപ്പ് ഉറക്കത്തില്ലേ? തല്ലാനാ? അല്ല. എന്നാ എപ്പ ഇരുന്നെന്ന് ചോദിച്ചാ പോരെ. എന്താ മീര? എന്താ മീര?